ടാറ്റ കൺസൾട്ടൻസി സർവീസസ് നാസിക്കിലെ BPO കേന്ദ്രത്തിൽ പ്രവർത്തിച്ചു വന്നതായി ആരോപിക്കപ്പെടുന്ന ഒരു സംഘടിത മതപരിവർത്തന ശൃംഖലയെക്കുറിച്ചുള്ള അന്വേഷണം കൂടുതൽ വ്യാപകമാവുകയാണ്. ആദ്യം പ്രാദേശിക തലത്തിലുള്ള പരാതിയായി കരുതപ്പെട്ടിരുന്ന സംഭവം ഇപ്പോൾ രാജ്യാന്തര ബന്ധങ്ങൾ, ഡിജിറ്റൽ തെളിവുകൾ, സ്ഥാപനത്തിനുള്ളിലെ നിയമന രീതികൾ, ജീവനക്കാരെ ലക്ഷ്യമിട്ടുള്ള മാനസിക സമ്മർദ്ദം തുടങ്ങിയ വിവിധ കോണുകളിൽ നിന്നായി അന്വേഷിക്കപ്പെടുകയാണ്. ഫെബ്രുവരി മാസത്തിൽ പോലീസിന് ലഭിച്ച രഹസ്യ വിവരമാണ് അന്വേഷണം ആരംഭിക്കാൻ കാരണമായത്. TCS ക്യാമ്പസിനുള്ളിൽ ജോലി ചെയ്യുന്ന ചില ജീവനക്കാർ, പ്രത്യേകിച്ച് യുവതികളായ സഹപ്രവർത്തകരെ സമീപിച്ച് മതപരമായ സ്വാധീനം ചെലുത്തുകയും പിന്നീട് മതപരിവർത്തനത്തിലേക്ക് നയിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നതായി സൂചന ലഭിച്ചു. ആദ്യം ഈ വിവരം ഉറപ്പുവരുത്താൻ പോലീസിന് വ്യക്തമായ തെളിവുകൾ ലഭിച്ചിരുന്നില്ല. തുടർന്ന് ഒരു രഹസ്യ ഓപ്പറേഷൻ ആസൂത്രണം ചെയ്യുകയായിരുന്നു. ഇതിനായി 4 വനിതാ പോലീസ് കോൺസ്റ്റബിൾമാരെ ശുചീകരണ തൊഴിലാളികളുടെ വേഷത്തിൽ TCS ക്യാമ്പസിനുള്ളിൽ നിയോഗിച്ചു. ദിവസങ്ങളോളം ഇവർ ജീവനക്കാരുടെ ഇടപെടലുകൾ നിരീക്ഷിച്ചു. സഹപ്രവർത്തകരുടെ ഇടയിൽ മതത്തെക്കുറിച്ചുള്ള ചർച്ചകൾ, ചിലരെ പ്രത്യേകമായി ഒറ്റപ്പെടുത്തൽ, സ്വകാര്യമായി വിളിച്ചു സംസാരിക്കൽ, വാട്സാപ്പ് ഗ്രൂപ്പുകളിലേക്ക് ചേർക്കൽ തുടങ്ങിയ കാര്യങ്ങൾ നടന്നുവരുന്നതായി ഇവർ കണ്ടെത്തിയതായി അന്വേഷണ സംഘം പറയുന്നു. ഇരകളുടെ എണ്ണം കൂടുന്നു. പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കണക്ക് പ്രകാരം ഇതുവരെ 12 ജീവനക്കാരാണ് ഈ സംഘത്തിന്റെ ഇരകളായതെന്ന് സംശയിക്കുന്നു. ഇവരിൽ ഭൂരിഭാഗവും 18 മുതൽ 25 വയസ്സ് വരെ പ്രായമുള്ള യുവതികളാണ്. 8 സ്ത്രീകളും ഒരു പുരുഷനും ഔദ്യോഗികമായി പരാതി നൽകിയതിനെ തുടർന്ന് 9 FIRകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പരാതിക്കാർ നൽകിയ മൊഴികളിൽ പൊതുവായി ഉയർന്ന ആരോപണം ആദ്യം സൗഹൃദപരമായ സമീപനത്തിലൂടെയാണ് പ്രതികൾ ഇവരെ അടുത്തറിയാൻ ശ്രമിച്ചതെന്നാണ്. തുടർന്ന് മതവുമായി ബന്ധപ്പെട്ട വീഡിയോകൾ അയക്കൽ, പ്രത്യേക പ്രാർത്ഥനകളിൽ പങ്കെടുക്കാൻ നിർബന്ധിക്കൽ, മറ്റു മതങ്ങളെക്കുറിച്ച് അപകീർത്തികരമായി സംസാരിക്കൽ, സ്വന്തം മതം മാത്രമാണ് ശരിയെന്ന് വിശ്വസിപ്പിക്കൽ എന്നിവയിലൂടെ ക്രമേണ മാനസിക സമ്മർദ്ദം സൃഷ്ടിച്ചുവെന്നാണ് പരാതികൾ. ചില കേസുകളിൽ വിവാഹ വാഗ്ദാനം നൽകി ബന്ധം സ്ഥാപിക്കാൻ ശ്രമിച്ചുവെന്നും പിന്നീട് മതം മാറണമെന്ന് നിർബന്ധിച്ചതായും പരാതിക്കാർ ആരോപിക്കുന്നു. വിവാഹ വാഗ്ദാനം നൽകി ലൈംഗികമായി പീഡിപ്പിച്ച സംഭവങ്ങളും അന്വേഷണത്തിന്റെ ഭാഗമായിട്ടുണ്ട്. ചില സ്ത്രീകൾ മതപരമായ നിബന്ധനകൾ അംഗീകരിക്കാത്ത സാഹചര്യത്തിൽ ജോലി നഷ്ടമാകുമെന്ന ഭീഷണിയും ഓഫീസിൽ ഒറ്റപ്പെടുത്തലും നേരിട്ടതായി മൊഴി നൽകിയിട്ടുണ്ട്. ഇതുവരെ രജിസ്റ്റർ ചെയ്ത FIRകളിൽ നിരവധി ഗുരുതര കുറ്റങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വിവാഹ വാഗ്ദാനം നൽകി ബലാത്സംഗം ചെയ്യുക, സ്ത്രീകളെ ലൈംഗികമായി ചൂഷണം ചെയ്യുക, മതവികാരം വ്രണപ്പെടുത്തുക, മതപരമായി കൃത്രിമം കാണിക്കുക, ഭീഷണിപ്പെടുത്തുക, കൂട്ടുകെട്ടായി പ്രവർത്തിക്കുക തുടങ്ങിയ വകുപ്പുകളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നതനുസരിച്ച് ഈ സംഭവങ്ങൾ ഒറ്റപ്പെട്ടതല്ല. 2022 മുതൽ കഴിഞ്ഞ 2 മുതൽ 3 വർഷമായി സമാന രീതിയിലുള്ള സംഭവങ്ങൾ തുടരുന്നുണ്ടെന്നാണ് നിലവിൽ ലഭിച്ച വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. ഓരോ ഇരയെയും വ്യത്യസ്തമായി സമീപിച്ചിരുന്നെങ്കിലും പിന്നിൽ പ്രവർത്തിച്ചിരുന്ന രീതി ഒരേ മാതൃകയിലായിരുന്നുവെന്നാണ് പോലീസ് വിലയിരുത്തൽ. ഇതുവരെ 6 പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവരിൽ ടീം ലീഡർമാർ, എഞ്ചിനീയർമാർ, പ്രൊജക്ട് വിഭാഗവുമായി ബന്ധപ്പെട്ട ജീവനക്കാർ എന്നിവരും ഉൾപ്പെടുന്നു. ഇവർ കമ്പനിക്കുള്ളിൽ വിശ്വാസ്യത നേടിയവരായതിനാൽ പുതിയ ജീവനക്കാരുമായി അടുത്ത ബന്ധം സ്ഥാപിക്കാൻ ഇവർക്ക് എളുപ്പമായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത്. എന്നാൽ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതികളിൽ ഒരാളായി കണക്കാക്കപ്പെടുന്ന HR മാനേജർ നിദാ ഖാൻ ഇപ്പോഴും ഒളിവിലാണെന്നാണ് വിവരം. കമ്പനിയിലെ നിയമന നടപടികൾ, ഇവർക്കുണ്ടായിരുന്ന പങ്ക്, പുതിയ ജീവനക്കാരെ തെരഞ്ഞെടുക്കുമ്പോൾ എന്തെങ്കിലും പ്രത്യേക മാനദണ്ഡങ്ങൾ പാലിച്ചിരുന്നോ, പരാതിക്കാരുമായി ഇവർക്കുണ്ടായിരുന്ന ബന്ധം എന്തായിരുന്നു തുടങ്ങിയ കാര്യങ്ങൾ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. സാമൂഹിക പ്രത്യാഘാതങ്ങൾ ഭയന്ന് 3 ഇരകൾ കൂടി മൊഴി നൽകിയിട്ടുണ്ടെങ്കിലും അവർ ഇപ്പോഴും ഔദ്യോഗിക പരാതി നൽകാൻ തയ്യാറായിട്ടില്ല. കുടുംബത്തിന്റെയും സമൂഹത്തിന്റെയും പ്രതികരണം ഭയന്ന് പലരും മുന്നോട്ട് വരാൻ മടിക്കുന്നുണ്ടെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നു. അതിനാൽ യഥാർത്ഥ ഇരകളുടെ എണ്ണം പുറത്തു വന്നതിലധികമാകാമെന്നാണ് സംശയം. അന്വേഷണത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്ന ഭാഗമാണ് കേസിന്റെ വിദേശ ബന്ധം. പിടിച്ചെടുത്ത മൊബൈൽ ഫോണുകളിലും വാട്സ്ആപ്പ് ചാറ്റുകളിലും ഇമ്രാൻ എന്ന പേരുള്ള ഒരാളുടെ പരാമർശം പലതവണ വന്നിട്ടുണ്ട്. ഇയാൾക്ക് മലേഷ്യയുമായി ബന്ധമുണ്ടെന്നും വീഡിയോ കോളുകളിലൂടെ ചില ജീവനക്കാരുമായി സംസാരിച്ചിരുന്നുവെന്നും അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. വിദേശത്ത് ഉയർന്ന ശമ്പളമുള്ള ജോലി, മെച്ചപ്പെട്ട ജീവിതം, സാമ്പത്തിക സുരക്ഷ, വിദേശത്തേക്ക് താമസം മാറാനുള്ള അവസരം എന്നിവ വാഗ്ദാനം ചെയ്ത് യുവതികളെയും മറ്റു ജീവനക്കാരെയും സ്വാധീനിക്കാൻ ഇയാൾ ശ്രമിച്ചിരുന്നുവെന്നാണ് പോലീസ് സംശയിക്കുന്നത്. ആദ്യം ജോലി, വിവാഹം, ഭാവി എന്നിവയെക്കുറിച്ചുള്ള സംഭാഷണങ്ങളിലൂടെയാണ് അടുത്ത ബന്ധം സ്ഥാപിച്ചിരുന്നത്. പിന്നീട് മതപരമായ വിഷയങ്ങൾ ചർച്ച ചെയ്യുകയും അതുവഴി ആളുകളെ സ്വാധീനിക്കാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നുവെന്നാണ് അന്വേഷണത്തിന്റെ പ്രാഥമിക നിഗമനം. ഈ വിദേശ ബന്ധം കാരണം കേസിന്റെ അന്വേഷണം സംസ്ഥാന തലത്തിൽ നിന്ന് കേന്ദ്ര ഏജൻസികളുടെ ശ്രദ്ധയിലേക്കും നീങ്ങാൻ സാധ്യതയുണ്ട്. സാമ്പത്തിക ഇടപാടുകൾ, വിദേശ നമ്പറുകൾ, ഓൺലൈൻ കോളുകൾ, അന്താരാഷ്ട്ര മെസ്സേജിംഗ് അക്കൗണ്ടുകൾ എന്നിവയും ഇപ്പോൾ പരിശോധിച്ചു വരികയാണ്. കേസിലെ പ്രധാന തെളിവുകളിലൊന്നായി വാട്സ്ആപ്പ് സന്ദേശങ്ങൾ മാറിയിട്ടുണ്ട്. അന്വേഷണ സംഘം പറയുന്നതനുസരിച്ച് പ്രതികൾ തമ്മിൽ പ്രത്യേക ഗ്രൂപ്പുകൾ രൂപീകരിച്ചിരുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. ഈ ഗ്രൂപ്പുകളിൽ ആരെ സമീപിക്കണം, ആരെ സ്വാധീനിക്കാൻ എളുപ്പമാണ്, ആരുടെ കുടുംബസ്ഥിതി എന്താണ്, ആരാണ് മാനസികമായി ബലഹീനരായി തോന്നുന്നത് തുടങ്ങിയ വിവരങ്ങൾ പങ്കുവച്ചിരുന്നതായും സംശയമുണ്ട്. പ്രതികൾ പല ചാറ്റുകളും പിന്നീട് ഡിലീറ്റ് ചെയ്തതായി കണ്ടെത്തിയിട്ടുണ്ട്. അതിനാൽ ഫോറൻസിക് വിദഗ്ധരുടെ സഹായത്തോടെ ഡിലീറ്റ് ചെയ്ത വാട്സ്ആപ്പ് സന്ദേശങ്ങളും ഫയലുകളും വീണ്ടെടുക്കാനുള്ള ശ്രമം തുടരുകയാണ്. മൊബൈൽ ഫോണുകൾ, ലാപ്ടോപ്പുകൾ, ഇമെയിൽ അക്കൗണ്ടുകൾ, ക്ലൗഡ് ബാക്കപ്പ് എന്നിവയും പരിശോധനയ്ക്കായി പിടിച്ചെടുത്തു.
പിടിച്ചെടുത്തിട്ടുണ്ട്. ചില സന്ദേശങ്ങളിൽ ഇരകളെ പ്രത്യേക മതപരമായ ആചാരങ്ങൾ പിന്തുടരാൻ നിർബന്ധിക്കുന്നതും വസ്ത്രധാരണം മാറ്റാൻ പറയുന്നതും കുടുംബത്തിൽ നിന്ന് അകറ്റി നിർത്താൻ ശ്രമിക്കുന്നതും മറ്റു മതവിശ്വാസങ്ങളെ അപമാനിക്കുന്ന തരത്തിലുള്ള സന്ദേശങ്ങൾ അയച്ചതുമാണ് കണ്ടെത്തിയതെന്ന് അന്വേഷണ സംഘം പറയുന്നു. സംഭവം പുറത്തുവന്നതിന് പിന്നാലെ TCS സ്ഥാപനത്തിനുള്ളിലെ നിയമന രീതികളും പരാതികൾ കൈകാര്യം ചെയ്യുന്ന സംവിധാനങ്ങളും HR വിഭാഗത്തിന്റെ പ്രവർത്തന രീതിയും പരിശോധിക്കാൻ ആരംഭിച്ചു. സ്ഥാപനത്തിനുള്ളിൽ മുൻപ് ഇത്തരം പരാതികൾ ഉയർന്നിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ അവ എങ്ങനെ കൈകാര്യം ചെയ്തുവോ എന്നതും അന്വേഷിക്കുന്നു. അന്വേഷണ പരിധിയിലുള്ള ജീവനക്കാരെ സസ്പെൻഡ് ചെയ്തതായി TCS അറിയിച്ചു. നിയമവിരുദ്ധമായോ നിർബന്ധിതമായോ മതപരമായ ഇടപെടലുകൾ സ്ഥാപനത്തിന്റെ നയങ്ങൾക്ക് വിരുദ്ധമാണെന്നും അന്വേഷണവുമായി പൂർണ്ണമായി സഹകരിക്കുമെന്നും കമ്പനി വ്യക്തമാക്കിയിട്ടുണ്ട്. മഹാരാഷ്ട്ര സർക്കാരിലെ മന്ത്രി ഗിരീഷ് മഹാജൻ ജോലി വാഗ്ദാനം നൽകി യുവതികളെ ആദ്യം ആകർഷിക്കുകയും പിന്നീട് ക്രമേണ മതപരമായ രീതികളിലേക്ക് നയിക്കുകയും ചെയ്തതാണ് ഈ സംഘത്തിന്റെ രീതിയെന്നാണ് ആരോപിച്ചത്. ജോലി, വിവാഹം, വിദേശാവസരം എന്നിവയെ ആയുധമാക്കി ഒരു പദ്ധതിപൂർവമായ ശൃംഖല പ്രവർത്തിച്ചിരിക്കാമെന്ന ആശങ്കയും അദ്ദേഹം പ്രകടിപ്പിച്ചു. ഇപ്പോൾ പോലീസ് അന്വേഷണം നിരവധി ദിശകളിലേക്കാണ് നീങ്ങുന്നത്. ഒളിവിലുള്ള പ്രതികളെ കണ്ടെത്തുക, വിദേശ ബന്ധത്തിന്റെ യാഥാർത്ഥ്യം പരിശോധിക്കുക, ഡിലീറ്റ് ചെയ്ത ഡിജിറ്റൽ തെളിവുകൾ വീണ്ടെടുക്കുക, കൂടുതൽ ഇരകളെ കണ്ടെത്തുക, സ്ഥാപനത്തിനുള്ളിൽ ഇതിന് പിന്തുണ നൽകിയവർ ഉണ്ടോ എന്ന് പരിശോധിക്കുക എന്നിവയാണ് അടുത്ത ഘട്ടങ്ങൾ. ഇതിനിടെ സാമൂഹിക സമ്മർദ്ദം, കുടുംബത്തിന്റെ പ്രതികരണം, ജോലി നഷ്ടമാകുമെന്ന ഭയം എന്നിവ കാരണം പലരും പരാതി നൽകാൻ മടിക്കുന്ന സാഹചര്യത്തിൽ അന്വേഷണം കൂടുതൽ വ്യാപിപ്പിക്കേണ്ടതുണ്ടെന്ന് അന്വേഷണ സംഘം വിലയിരുത്തുന്നു. സംഭവത്തിന്റെ യഥാർത്ഥ വ്യാപ്തി ഇനിയും പുറത്തുവരാനുണ്ടെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ നിഗമനം. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.